നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് എല്ലാ ഹസ്തരേഖയെ പറ്റിയാണ് സാറ് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കരങ്ങളുണ്ടെങ്കിലും അത് ഏത് ജാതിയിൽപ്പെട്ട കരങ്ങളാണെന്ന് നിങ്ങൾക്ക് സ്വയം നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകത്തക്ക രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സാർ, ഇപ്പം നമ്മൾക്ക് ഹസ്തരേഖയെ പറ്റി പറയുന്നതിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചതുരാകൃതി കയ്യെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ചതുരാകൃതി കയ്യ് ശരിക്കും അധ്യാപിക, അഡ്വക്കേറ്റ് അല്ലെ ആ മേഖലയിൽ തിളങ്ങുന്നവർക്കാണ് കൂടുതലും ചതുരാകൃതി കൈ കാണപ്പെടുന്നതെന്ന് പറയുന്നു. ഇപ്പം നമുക്കതിനകത്ത് മെയിനായിട്ടൊരു സംശയം, കുറേ സംശയങ്ങളുണ്ട്. അതിലൊരാളുടെ മെയിനായിട്ടുള്ളൊരു സംശയം, ഇപ്പോൾ ഒരു കുട്ടി സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അവരുടെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചതുരാകൃതി കയ്യിലുള്ള കുട്ടി ഈ സിവിൽ സർവീസ് എക്സാം എഴുതിയാൽ അതിൽ ശോഭിക്കും എന്നുള്ളതാണ്. നമുക്കെന്തായാലും അതിനൊരു മറുപടി കൊടുത്തിട്ടാവാം ഇന്നത്തെ ഹസ്തരേഖയെ പറ്റിയുള്ള വിശദീകരണം. ഇപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം പണ്ട് രേഖാശാസ്ത്രം എഴുതിയ സമയത്ത്, കാരണം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിവര്യന്മാർ ജ്യോതിഷം തയ്യാറാക്കി. അപ്പോൾ ജ്യോതിഷമൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ കൈരേഖയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ കൈ നോക്കിയിട്ട് ഭാവി പ്രവചനം നടത്താൻ എളുപ്പമായിരുന്നു. എഴുതപ്പെടാത്ത സമയത്ത് തന്നെ ഓരോരുത്തരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ സാമുദ്രിക ശാസ്ത്രപ്രകാരം നോക്കുമായിരുന്നു. അന്ന് ഈ ചതുരക്കൈക്കാർ സാധാരണ അധ്യാപകർ, അതായത് അവർ ഗുരുക്കന്മാർ, അതുപോലെ നിയമജ്ഞന്മാർ, മറ്റുള്ളവർക്ക് നിയമോപദേശികൾ, തെറ്റൊന്നും ചെയ്യാതെ അവരെ തിരുത്തി കൊണ്ടുപോകണവർ, വൈദ്യന്മാർ, അതായത് ഡോക്ടർമാർ, ഇന്നത്തെ ഡോക്ടേഴ്സ്, അന്ന് വൈദ്യൻ, അതുപോലെ ബഹുമാനിക്കപ്പെടുന്നവർക്ക് വരുന്ന കൈയായിട്ട് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അന്ന് ഈ സിവിൽ സർവീസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതൊന്നും എഴുതപ്പെടാതെ ഗ്രന്ഥങ്ങളിൽ പോയത്. അപ്പോൾ ഏറ്റവും റെസ്പെക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന കൈയാണ് ചതുരാകൃതി കൈ. അപ്പോൾ അവർ സിവിൽ സർവീസിൽ ശോഭിക്കുമോ എന്ന ചോദ്യത്തിന് തന്നെ അർത്ഥമില്ല. ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ് സിവിൽ സർവീസുകാർ. അവർ കഴിഞ്ഞിട്ടുള്ള റെസ്പെക്റ്റ് ബാക്കി യാതൊരു ഉദ്യോഗത്തിനും ഉള്ളൂ. അവരൊക്കെ ചിലപ്പോൾ വലിയ ശമ്പളമൊക്കെ വാങ്ങുന്ന ഉദ്യോഗങ്ങൾ വേറെ കാണും. എങ്കിൽ പോലും അവർ സിവിൽ സർവീസുകാർ എന്ന് പറയുമ്പോൾ അത് അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ജോലിയാണ്. അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ 100% ചതുരാകൃതി കൈക്കാർ സിവിൽ സർവീസിൽ ശോഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. നിങ്ങളെ കുട്ടിയെ ധൈര്യമായിട്ട് ആ മേഖലയിൽ തിരിച്ചുവിടാം. അത് 100% വിജയപ്രദമായി തീരും. കാരണം ഏറ്റവും പ്രശംസിക്കപ്പെടുന്നവർക്ക് വരുന്ന കൈ തന്നെയാണ് ചതുരാകൃതി കൈ. അതുകൊണ്ട് അതിലൊരു ഡൗട്ട് വേണ്ട. ധൈര്യമായിട്ട് മക്കളെ പഠിപ്പിച്ചോളൂ. അപ്പോൾ നോക്കി ആ കൈ ചതുരാകൃതി കൈ എന്ന് കണ്ടുപിടിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് 2-4 ജാതി കൈകളെക്കുറിച്ച് പറയുകയുണ്ടായി. ചതുരം, ചട്ടുകം, അതുപോലെ സ്തൂപികം, സാത്വിക ജാതി കൈ ഒക്കെ പറയുകയുണ്ടായി. ഇന്ന് നമുക്ക് അധമ ജാതി കൈയെക്കുറിച്ച് നോക്കാം. ആ പേര് കേൾക്കുമ്പം തന്നെ അധമം, അത് കേൾക്കുമ്പം തന്നെ അറിയാം അത് നല്ലതല്ലാത്തതാണ് എന്ന്. ഈ ജാതി കൈയും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആൾ ചിലപ്പോൾ വലിയ സൈസൊക്കെ ഉള്ള ആളായിരിക്കും, നല്ല ഹൈറ്റുള്ള ആളായിരിക്കാം, പക്ഷേ കൈ വളരെ കുറുവിയ കൈയായിരിക്കും. കൈക്ക് നീളം കുറവായിരിക്കും. അതുപോലെ വളരെ ബലിഷ്ഠമായ കൈയായിരിക്കും. വിരലുകളെല്ലാം ചെറിയ വിരലുകളായിരിക്കും. പക്ഷേ കൈ നല്ല കട്ടിയുള്ള കൈയായിരിക്കും. കൈപ്പത്തി നല്ല കട്ടിയായിരിക്കും. അപ്പോൾ കൈ കണ്ടുപിടിക്കാൻ തന്നെ കാരണം ആൾ വലിപ്പമുള്ളവരാണെങ്കിലും കൈ കുറുവിയതായിരിക്കാം, കൈ നല്ല കട്ടിയുള്ള കൈയായിരിക്കും. അതുപോലെ വിരലുകളെല്ലാം നല്ല കട്ടി കൂടിയ വിരലുകളാണ്, നീളം കുറഞ്ഞിരിക്കും. ഇതാണ് അധമജാതി കൈക്കാരുടെ ലക്ഷണം. ഈ അധമജാതി കൈ ഈ വിരലുകൾ ചെറുതായതുകൊണ്ടോ ഒന്നുമല്ല ആ ജാതി അധമം ഇട്ടത് ആചാര്യന്മാർ. ഈ കൈയുള്ളവർക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഇവരെ സൂക്ഷിക്കണം, ഈ കൈക്കാരെ സൂക്ഷിക്കണം. കാരണം ഇവർ വികാരജീവികളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്, നിയന്ത്രണ ശക്തി ഇല്ലാത്തവരാണ്, കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അവർക്ക് കുറവാണ്. അപ്പോൾ അവർ ക്രിമിനൽ വാസനയുള്ളവരാണ്. അപ്പോൾ ഈ ജാതി കൈക്കാർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ അപകടകാരികളാണ്.
അവർ വിവേകമില്ലാതെ പ്രവർത്തിക്കും, അവിവേകം പ്രവർത്തിക്കും. പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്തും ചെയ്യും, കൈ കെട്ടിനെടുത്ത് അടിച്ചു കളയും. കാരണം നാളെ വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ മക്കളാവിട്ട് അല്ലെങ്കിൽ ഭർത്താവിനാണ് ഇത്തരം കൈയാണെങ്കിൽ ഭാര്യ മര്യാദയ്ക്ക് വെക്കൊള്ളണം. കാരണം ചുമ്മാ അദ്ദേഹത്തിനെ കൊണ്ട് ക്രിമിനലാക്കരുത്. കാരണം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അവർ നാളെക്കുറിച്ച് ചിന്തിക്കാത്തവരാണ്. പെട്ടെന്ന് അവരുടെ കൺട്രോൾ അവരിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവർ അവിവേകം പ്രവർത്തിക്കും. ഈ കൈയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്. അവർ വളരെ സമ്പന്നശീലരല്ല, കുറേ പൈസ ഉണ്ടാക്കണം എന്നുള്ള ശീലമൊന്നും ഉള്ളവരല്ല. നല്ല ജോലി ചെയ്യുന്നവരാണ്, നല്ല കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. കാരണം അവർ നല്ല ഏറ്റവും കൂടുതൽ കൂലിപ്പണിക്കാർക്ക് വരുന്ന കൈയാണ് ഇത്തരം കൈ. കാരണം അവർ ഏത് വർക്ക് കൊടുത്താലും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യും, നല്ല ഹാർഡ് വർക്കർമാരാണ്. ഫിസിക്കൽ വർക്കിന് അവരെ ജയിക്കാൻ ആരുമില്ലെന്ന് തന്നെ പറയാം. ഒരിക്കൽ അവരെ വിളിച്ചാൽ വീണ്ടും അവരെ തന്നെ വിളിക്കും. കാരണം എന്താണ്, അവർ ആ ജോലിയിൽ ഒരു കള്ളവും കാണിക്കത്തില്ല. കാരണം അവർ വേറെ ചിന്തിക്കുന്ന പ്രവണതയൊന്നുമില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതങ്ങ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് അവർ വേറെ ചിന്താഗതിയില്ല. പക്ഷേ ഈ ജാതി കയ്യിൽ തന്നെ പെരുവിരൽ ഗദാരൂപത്തിൽ കാണപ്പെടും. അപ്പോൾ കൈ മൊത്തത്തിൽ വളരെ മാംസളമായ കൈയാണ്, വളരെ കുറുവിയ കൈയാണ്, കൈയെല്ലാം വല്ല ബലിഷ്ഠമായ കൈയാണ്. അതിലെല്ലാത്തിലും ഉപരി പെരുവിരൽ ഗദാരൂപത്തിൽ വളരെ കട്ടി കൂടി കാണപ്പെടും. ഗദ എങ്ങനെ ഇരിക്കുമോ അതുപോലെ കാണപ്പെടും. അങ്ങനെ കാണുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ കൃപണവാസനയുള്ളത്. നല്ല ഒരു ശതമാനവും കൊലപാതകം ഒക്കെ നടത്തുന്നവർക്ക് ഈ ഗദാരൂപത്തിൽ വിരൽ കാണപ്പെടും. അപ്പോൾ അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിലാണ്, അല്ലെങ്കിൽ നമ്മളൊരു സുഹൃത്തുക്കളുമായിട്ട് കൂടിയിരുന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ആഹാരം കഴിക്കുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ ചെറിയ വാക്ക് തർക്കം ഉണ്ടായാൽ പോലും ഇവർ പെട്ടെന്ന് സുഹൃത്താണെന്നുള്ള ചിന്താഗതിയൊക്കെ മറന്നു പോകും. എന്നിട്ട് നമ്മളിലേക്ക് ആകർഷിക്കാനും അവരെ ആക്രമിക്കാനും ശ്രമിക്കും. ഇവർ മൃഗീയത്വം കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട 7 ജാതി കൈകളിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട കൈയാണ് അധമജാതി കൈ. വളരെ ശ്രദ്ധയോടുകൂടി ആ കയ്യെ കാണണം. ആർക്ക് വന്നാലും, ഇപ്പം ഇത് ആർക്ക് വേണേൽ വരാം, അപൂർവമായിട്ട് വരുന്ന കൈകളാണ്. എന്നാലും വന്നുകൂടുന്നില്ല, നമുക്ക് മക്കൾക്ക് വരാം, വേണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് വരാം, സുഹൃത്തുക്കൾക്ക് വരാം. നമ്മൾ ആ കൈ കാണുമ്പോൾ നമുക്ക് കൈ എന്തായാലും നോക്കാൻ പറ്റും. മറ്റത് അവൻ്റെ ജാതകമൊന്നും എടുത്ത് പരിശോധിക്കാൻ പറ്റത്തില്ല. പക്ഷേ കൈ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇത് കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ ആകിലും അവരിൽ നിന്ന് അവർ വയലൻ്റ് ആയാൽ തന്നെ നമ്മൾ സൈലൻ്റ് ആയിക്കൊള്ളുക, അല്ലെങ്കിൽ ആകിലും അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോവേണ്ട ഒരു കൈയാണ് അധമജാതി കൈ. ഇന്നിപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് അധമജാതി കരങ്ങളെ പറ്റിയാണ്. നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ അല്ലെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയ്ക്കോ അങ്ങനെ ഒരു കരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നല്ല ഒരു നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹസ്തരേഖയെ പറ്റി പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇനി ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനെ കൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ സാറിനെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് സാറിൻ്റെ ഓഫീസിൽ ബുക്ക് ചെയ്താൽ നേരിട്ട് കാണാവുന്നതാണ്. അതിനുവേണ്ടി ബുക്ക് ചെയ്യേണ്ട നമ്പർ 9847064540. ഇനി അതല്ല സാറിനെ നേരിട്ട് കാണാൻ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ ആയിട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇതിലൊക്കെ തന്നെ സാറിൻ്റെ പേഴ്സണൽ നമ്പർ കാണിക്കുന്നുണ്ട്, 9895667700. ഈ നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് കൊടുത്താലും നമ്മൾ എങ്ങനെയാണ് ബാക്കി ഡീറ്റെയിൽസ് അയക്കേണ്ടത് എന്നുള്ള മെസ്സേജ് തരുന്നതാണ്. ഇപ്പം നിങ്ങൾ ഈ പ്രോഗ്രാം നിങ്ങളുടെ ഹസ്തരേഖയെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളെ പറ്റിയോ ഏകദേശം അധമജാതിയിലുള്ള കൈകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് അറിയാവുന്ന അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് ഇത് കാണാൻ പറയുക. പിന്നെ അടുത്ത ഒരു നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഈ പ്രാവശ്യം കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് അവർ കണ്ടിട്ടില്ല എങ്കിൽ അവരോട് അത് കാണാൻ പറയുക. അപ്പോൾ അടുത്ത ജാതി കരങ്ങളെ പറ്റി പറയുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.